ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും സദാ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ദീനിൻ്റെ സഹായികളായവർ, നമ്മുടെയൊക്കെ കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, നമ്മുടെ വിദ്യാർത്ഥിനികൾ സർവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട്. റബ്ബ് തആല അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ അൽ ഹയ്യ് എന്ന ഇസ്മാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ദ ലിവിങ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു സുബ്ഹാന. അള്ളാഹു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ, അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ടുകളിൽ അൽ ഇസ്മുൽ അഅ്ളം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പേര് അള്ളാഹുവിനുണ്ട്. ആ പേര് ആര് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അവർക്ക് ഉത്തരമുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ഇസ്മുൽ അഅ്ളം നമുക്ക് ഇന്ന് സൂറത്തുൽ ബഖറയിലും ആലു ഇമ്രാനിലും അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിലും അള്ളാഹു പരാമർശിച്ചൊരു ഇസ്മാണത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്മുല്ലാഹിൽ അഅ്ളമു ഫീ സുവരിൻ മിനൽ ഖുർആനി സലാസ്, വിശുദ്ധമായ ഖുർആനിലെ 3 സൂറകളിൽ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളം അള്ളാഹു വെച്ചിട്ടുണ്ട്. ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ ഇസ്മുൽ അഅ്ളമുണ്ട്. ഫിൽ ബഖറ, ഒന്ന് സൂറത്തുൽ ബഖറയിലാണ്. വ ആലി ഇമ്രാൻ, ആലു ഇമ്രാൻ സൂറയിലാണ്. വ ത്വാഹ, സൂറത്തു ത്വാഹയിലുമാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി താബിഈങ്ങളിൽപ്പെട്ട മഹാനായ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി, എവിടെയാണ് ഈ 3 സൂറയിൽ എവിടെയാണ് ഇസ്മുൽ അഅ്ളം പരാമർശിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഫൽതമസ്തു ഫിൽ ബഖറ, സൂറത്തുൽ ബഖറ മുഴുവൻ ഞാനൊന്ന് പരിശോധിച്ചു, എവിടെയാണ് ഇസ്മുൽ അഅ്ളം. സൂറത്തുൽ ബഖറയിൽ കിട്ടണം, ആലി ഇമ്രാനിൽ വേണം, സൂറത്തു ത്വാഹയിലും കിട്ടണം. ഈ 3 സൂറയിലും പറയപ്പെട്ട ഇസ്മുൽ അഅ്ളം ഏതാണ് എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സൂറത്തുൽ ബഖറയിൽ ഫഇദാ ഹുവ ഫീ ആയത്തിൽ കുർസി, അത് ആയത്തുൽ കുർസിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം, സംവിധാനം, എല്ലാം അധികാരവും ഉള്ള അള്ളാഹുവാണ് ഖയ്യൂം. ആ അള്ളാഹു ഹുവൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. ആ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല. ബാക്കി എല്ലാം മരിച്ചു പോകും. ജന്തുക്കൾ, ജീവജാലങ്ങൾ, ചരാചരങ്ങൾ, എല്ലാറ്റിനും ഒടുക്കമുണ്ട്, അവസാനമുണ്ട്. കാരണം ഇതിനൊക്കെ ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു. ബിഗിനിങ് ഉള്ളതിനൊക്കെ എൻഡ് ഉണ്ടാവും. ജന്മമുള്ളതിന് മരണമുണ്ട്, ആദ്യമുള്ളതിന് അവസാനം ഉണ്ടാവും. അവസാനമില്ലാത്ത, ആദ്യമില്ലാത്ത ഒരേ ഒരുത്തനാണ് അല്ലാഹു ജല്ല ജലാലു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തുൽ ആലി ഇമ്രാനിൽ ഞാൻ നോക്കിയപ്പോൾ വഫി ആലി ഇമ്രാൻ ഫാത്തിഹത്തിഹാ, ഫാത്തിഹത്തു ആലി ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാനിൻ്റെ തുടക്കം, അവിടെ ഞാനത് കണ്ടു എന്ന് ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെയാണ് സൂറത്ത് ആലി ഇമ്രാൻ ആരംഭിക്കുന്നത്? അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആലി ഇമ്രാൻ്റെ തുടക്കം എങ്ങനെയാണ്? അലിഫ് ലാം മീം അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. ആ അക്ഷരങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയുടെ തുടക്കം പോലെ അല്ലാഹു ആണ്, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹതയുള്ളവനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, സർവ്വജീവനുകളുടെയും ഉറവിടമാണ്. ജീവൻ എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ദാത്തിൻ്റെ ഭാഗമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതിന് നിർബന്ധമായതല്ല ജീവൻ. എന്തുകൊണ്ട്? ഒരാൾ മരിച്ചു പോകാം,
തടി അവിടെ ഉണ്ടാവും. ജീവൻ ഉണ്ടോ? ജീവനില്ല. ജീവൻ നൽകപ്പെടുന്നതാണ് നമുക്ക്. അള്ളാഹുവിൻ്റേത് അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ദാത്ത് എന്തുണ്ടോ അവിടെ മുതൽ അള്ളാഹുവിന് ഹയാത്തുണ്ട്. സൂറത്ത് ത്വാഹയിൽ ഞാനത് കണ്ടു എന്ന് ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് ത്വാഹയിലുണ്ട്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. സൂറത്ത് ത്വാഹയിലെ 111-ാമത്തെ 111 ആയത്താണത്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമേറ്റെടുത്ത അള്ളാഹു, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവ്വമുഖങ്ങളും വന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ പറയാണ്. ഈ 3 സൂറയിലും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മാണ് അൽ ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ട് ഹയ്യും ഖയ്യൂമും അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളമിൽപ്പെട്ടതാണ്. അത് 3 സൂറകളിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞുവല്ലോ. ഇസ്മുല്ലാഹിൽ അഅ്ളം ഫീ സുവരിൻ മിനൽ ഖുർആനി 3 ഫിൽ ബഖറ വ ആലി ഇംറാൻ വ ത്വാഹ. ത്വാഹ സൂറയിലും ആലി ഇംറാൻ സൂറയിലും അൽ ബഖറയിലും പരാമർശിക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ആ 3 സൂറയിലും പറയപ്പെട്ട ഇസ്മുൽ അഅ്ളം അൽ ഹയ്യും അൽ ഖയ്യൂമുമാവണം എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഹദീത്തിനെ പഠിച്ച ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ എന്ന താബിഈയായ ഈ ഹദീത്തിൻ്റെ റാവി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഇസ്മുൽ അഅ്ളമിന് എത്രയും സാധ്യതയുള്ള ഇസ്മാണ് അൽ ഹയ്യ്. അത് അടിസ്ഥാനമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കിടന്നാൽ എന്തിനേ പറ്റുമോ? ആ മനുഷ്യൻ്റെ മയ്യത്തിനെ ഒന്ന് എഴുന്നേറ്റ് കുളിക്കാൻ പറ്റൂല, ആളുകൾ എടുത്തിട്ട് കുളിപ്പിക്കണം. ഞാൻ എൻ്റെ ഖബറിലേക്ക് പോയി ഞാൻ കിടന്നോളങ്ങളൊക്കെ പോയിക്കോളി എന്ന് പറയാൻ വയ്യ, എടുത്ത് കൊണ്ടുപോയി കിടത്തണം. ഒന്ന് കണ്ണ് ചിമ്മാൻ പോലും കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോളൊക്കെ അടച്ചു കൊടുക്കണം. മരിച്ച മയ്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹു ഹയ്യാൻ, യാ അല്ലാഹ്. അതുകൊണ്ടാണ് ആയത്തുൽ കുർസിക്ക് ഇത്ര വലിയ പ്രാധാന്യം കിട്ടാൻ ഒരു കാരണം അതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ അവരെ അബുൽ മുൻദിർ എന്നാണ് വിളിച്ചിരുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഖുറാ, ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ അവരെ വിളിച്ചത്, സയ്യിദുൽ ഖുറാ. യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങൾ ഖുർആൻ മനഃപ്പാഠമുള്ള ആളല്ലയോ? അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഏത് ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നിങ്ങൾക്കറിയുമോ? ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്? ശ്രേഷ്ഠമായ സൂറ ഉണ്ടാവും, ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു, ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. അള്ളാഹുവിനും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നത് നബിയേ, എനിക്ക് പറയാൻ കഴിയില്ല. തങ്ങൾ വീണ്ടും ചോദിച്ചു, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. അന്നേരം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇത് മുഴുവൻ ഒരായത്താണ്, ഒറ്റ ആയത്താണ് ആയത്തുൽ കുർസി. ഇടയ്ക്ക് വഖഫുകളുണ്ടെന്ന് മാത്രം, ഒരായത്താണിത്. ആ ആയത്താണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തപ്പോൾ ആ പരിശുദ്ധമായ കരം കൊണ്ട് നബി തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ സ്നേഹത്തോടെ കൈകൊണ്ട് തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, വല്ലാഹി ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ. അബുൽ മുൻദിറെ, നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയ്യാണ്, അല്ലാഹു ഖയ്യൂമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഹയ്യ് എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ ധാരാളം ഉപയോഗിക്കുമായിരുന്നു. തങ്ങൾ ദുആ ചെയ്യുന്നത് ഇബ്നു അബ്ബാസ് എന്നവർ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ലക അസ്ലംതു وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت
അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക് ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ അല്ലാഹുമ്മ ലക അസ്ലംതു അല്ലാഹുവേ ഞാൻ നിനക്ക് വഴിപ്പെട്ടിരിക്കുകയാണ് റബ്ബേ, നിനക്ക് വഴിപ്പെട്ടിരിക്കുന്നു. വബിക ആമൻതു അല്ലാഹുവേ നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു നിൻ്റെ മേൽ റബ്ബേ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, നിൻ്റെ മേൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിച്ചു റബ്ബേ. വഇലൈക അനബ്തു നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി റബ്ബേ. വബിക ഖാസംതു നിനക്ക് വേണ്ടിയാണ് ഞാൻ ആരോടെങ്കിലും സംവദിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക അല്ലാഹുവേ ഞാൻ നിൻ്റെ ഇസ്സത്തിനെ മുൻനിർത്തി നിന്നോട് കാവൽ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ ആരാധനക്കർഹതയുള്ള ഒരാളുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ. നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ത്? അൻതുദില്ലനീ ഞാൻ വഴിതെറ്റിപ്പോവാതെ കാക്കണേ, എന്നെ വഴിതെറ്റിക്കരുതേ, എനിക്ക് ദലാലത്ത് വന്നു പോകരുതേ. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് അല്ലാഹുവേ മരണമില്ലാത്ത ഒരിക്കലും മരിക്കാത്ത ഹയ്യാണ് നീ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ ജിന്നുകളും മനുഷ്യരും മരിക്കുന്നവരാണ്, പക്ഷേ നിനക്ക് മരണമില്ലല്ലോ റബ്ബേ. അങ്ങനത്തെ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അൻ തുദില്ലനി എനിക്ക് ദലാലത്ത് സംഭവിച്ചു പോകരുത്, വഴിതെറ്റിപ്പോകരുത്, നേർവഴിയിലാവണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഹബീബിൻ്റെ ദുആകളിൽ അൽ ഹയ്യ് എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു ഹദീഥാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവരൊരു ഹലഖയിൽ ഇരിക്കുകയാണ്. ഒരു ഹലഖയിൽ ഒരു വട്ടം കൂടി ഇരിക്കുമ്പോഴാണ് ഹലഖ എന്ന് പറയുക അല്ലേ. വറജുലുൻ ഖായിമുൻ യുസല്ലി അവിടെ ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഫലമ്മാ റകഅ വസജദ വതശഹദ റുകൂഉം സുജൂദും അത്തഹിയാത്തും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ദുആയിൽ അദ്ദേഹം ദുആയിരക്കാൻ തുടങ്ങി. സലാം വിട്ടുന്നതിൻ്റെ മുമ്പ് അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കാണ് സർവസ്തുതിയും അവകാശപ്പെട്ടത് നിനക്കാണ്. ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹതയുള്ളവൻ ആരുമേ ഇല്ല. അൻതൽ മന്നാൻ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും നീയാണ് റബ്ബേ നൽകുന്നവൻ. യാ ബദീഅസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പ്രപഞ്ചത്തെ ഒരു മോഡൽ നോക്കാതെ സ്വയമേ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനായ റബ്ബേ. യാ ദൽ ജലാലി വൽ ഇക്റാം ബഹുമാനവും ആദരവും ഉടയവനായ അല്ലാഹുവേ. യാ ഹയ്യു യാ ഖയ്യൂം അവിടെയാണ് നമ്മുടെ വിഷയം. യാ ഹയ്യു യാ ഖയ്യൂം ഖയ്യൂമായ റബ്ബേ, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബേ. യാ ഹയ്യു ജീവിച്ചിരിക്കുന്നവനായ എന്നെന്നും ജീവുള്ളവനായ അല്ലാഹുവേ. ഇന്നി അസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ആ സ്വഹാബി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതദ്റൂന ബിമാ ദഅല്ലാഹ് നിങ്ങൾക്കറിയുമോ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യം എന്താണെന്നറിഞ്ഞോ? എന്ത് വിളിച്ചിട്ടാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്? അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അലം. ഖാല വല്ലദീ നഫ്സീ ബിയദിഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് ദഅാ ബിസ്മിഹിൽ അഅ്ളം അല്ലാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളം വെച്ചിട്ടാണ് ആ ദുആ ചെയ്തത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് അത് ചോദിച്ചാൽ അല്ലാഹു അതിൻ്റെ പിറകെ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കും. വഇദാ സുഇല ബിഹി അഅ്താ അല്ലാഹുവിനോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അല്ലാഹു കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രാർത്ഥന വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി വിശദീകരിച്ചിട്ട് ഇന്നി അസ്അലുക അള്ളാഹു നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കാൻ പോവുകയാണ്. തങ്ങൾ പറഞ്ഞു, ഇത് ഇസ്മുൽ അഅ്ലമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. സ്വഹീഹ് അബൂ ദാവൂദിലുണ്ട്. മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അതൂബു ഇലൈഹി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാപമോചനം ലഭിക്കാനിടയുള്ള ഒരു ഹദീസാണിത്, ഒരു ദുആയാണ്, ദിക്റാണിത്. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് നമ്മളങ്ങ് ദ്വാരിക്കും, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ദ്വാരിക്കും.
ഇത് പൂർണ്ണമായിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവേ നീയല്ലാതെ ഇലാഹില്ല റബ്ബേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, എനിക്ക് മാപ്പ് നൽകണേ. അൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, എന്നെന്നും ജീവുള്ളവനായ റബ്ബേ, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, വഅതൂബു ഇലൈഹി, ആ റബ്ബായ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, നിന്നിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വഇൻ കാന ഫർറ മിനസ് സഹഫ്, സൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതാണെങ്കിൽ പോലും